അങ്ങനെ ആശമാരുടെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം അവസാനിച്ചു. നാളെ അവസാനിപ്പിക്കും. എല്ലാ ആവശ്യങ്ങളും നേടിയെടുത്തുവെന്നും സമരം വിജയമാണെന്നും സമരസമിതി അറിയിക്കുന്നു. അവർ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. 1. ഓണറേറിയം ഇൻസെന്റീവ് 5-ാം തീയതിക്ക് മുമ്പ് നൽകി തുടങ്ങി. സർക്കാർ ആ വാഗ്ദാനം പാലിച്ചു. 2. ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് കേരളമാണെന്ന് തെളിഞ്ഞു. 1000 രൂപ കേരളം വർദ്ധിപ്പിച്ചു. ആശമാരുടെ ജോലി എന്താണെന്ന് വ്യക്തത വരുത്തി. 4. കുടിശ്ശിക നൽകാം എന്ന് ഉറപ്പ് നൽകി. 5. സമരം പഠിക്കാൻ ഒരു സമിതിയെ വെച്ചു. 6. 21,000 രൂപ എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല, അതിൽ മുന്നോട്ടു പോകും. 7. ജില്ലാതലത്തിലും താഴെത്തട്ടിലും സമരം നടത്തും. 8. നാളെ സമരപ്രതിജ്ഞാ റാലി പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യും. 9. 1 വർഷം തികയുന്ന ഫെബ്രുവരി 10 സമര റാലി നടത്തും. നമുക്ക് ആ പ്രതികരണങ്ങൾ ഒന്ന് കേട്ടുവരാം. ഈ ഇത്രയും നേട്ടങ്ങൾ ഈ സമരത്തിലൂടെ 265 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. അതിന്റെ പശ്ചാത്തലത്തിൽ 265 ദിവസമായി ഇവിടെ തുടർന്നു വരുന്ന ഈ സമര രൂപം ഞങ്ങൾ നാളെ അവസാനിപ്പിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടർന്നു വരുന്ന ഈ സമര രൂപം അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ഡിമാൻഡ് 21,000 രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കുക. ഈ ഡിമാൻഡ് നേടിയെടുക്കുന്നത് വരെ സമരം തുടരുക എന്നുള്ളതാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ആ സമരം നമ്മൾ തുടരും. ആ ഡിമാൻഡ് നേടിയെടുക്കുന്നത് വരെ ഈ സമരവുമായി ശക്തമായി നമ്മൾ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, റാഹീസ് റഷീദ്, നാളെ മുതൽ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് നടയിൽ സമരത്തിനില്ല. പക്ഷേ 2026 ഫെബ്രുവരി 10-ാം തീയതി വീണ്ടും മടങ്ങിയെത്തും എന്നുകൂടി പറയുന്നുണ്ട്. എന്താണ് അവർ പറയുന്നതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്? ഒരേ സമയം അവരുടെ അവകാശങ്ങൾ സാധിച്ചു കൊടുത്തു എന്ന് പറയുന്നു, എന്നാൽ അതേസമയം തന്നെ ജില്ലാടിസ്ഥാനങ്ങളിൽ സമരം തുടരുമെന്നും പറയുന്നു. എന്താണ് റാഹീസ് റഷീദ് പറയുന്നത്? അരുൺ, അക്കാര്യത്തിൽ നമുക്ക് ഒരു വ്യക്തത ഇവരോട് തന്നെ വരുത്താമെന്ന് തോന്നുന്നു. സമരം പൂർണ്ണമായും അവസാനിച്ചു. ഫെബ്രുവരി 10 തിരിച്ചു വരും എന്ന് പറയുന്നുണ്ട്. തിരിച്ചു വരും എന്ന് പറയുന്നത് അന്ന് ഒരു ദിവസത്തെ തിരിച്ചു വരവാണോ, വീണ്ടും വരുവാണോ? അല്ല, നമ്മുടെ ഫെബ്രുവരി 10-നാണല്ലോ സമരം ഇവിടെ ആരംഭിച്ചത്. ആ ദിവസം എല്ലാവരും വന്ന് അതിശക്തമായ ഒരു സമരം. അതിൻ്റെ ബാക്കി കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഞങ്ങൾ ആലോചിച്ചില്ല. എന്തായാലും ഫെബ്രുവരി 10-ന് ആയിരങ്ങളായി ഇവിടെ അണിചേരാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ജില്ലാതലത്തിലെ സമര പരിപാടി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചൊരു സമര കേന്ദ്രമില്ല. സ്വാഭാവികമായും മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ സമരം ചെറു സമരങ്ങളായി പല സ്ഥലത്തും ഉണ്ടാകും എന്നതല്ലാതെ അതിൻ്റെ ആ ഒരു അർത്ഥത്തിൽ രാപ്പകൽ സമരം അവസാനിക്കുന്നതിനൊപ്പം തന്നെ ആ വലിയൊരു പ്രക്ഷോഭം അവസാനിക്കുകയാണ്. ഇല്ല, വലിയ പ്രക്ഷോഭം അവസാനിക്കല്ല. ഞങ്ങൾ സമരത്തിന് ഒരു ഉയർന്ന ഘട്ടത്തിലേക്ക് പോവാണ്. ഈ സംസ്ഥാനത്ത് കേന്ദ്രീകരിച്ചിരുന്ന ഈ സമരം ജില്ലകളിലേക്ക് പോവുകയാണ്. അത് വിവിധ തലങ്ങളിലുള്ള സമര പരിപാടികൾ ഞങ്ങൾ കൈക്കൊള്ളും. ഇപ്പോൾ തന്നെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. ഇതിനകം നമ്മൾ എല്ലാ ജില്ലകളിലും 100 കണക്കിന് പ്രതിഷേധ സദസ്സുകൾ സംഘടിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് ഞങ്ങൾ തുടരും. പിന്നെ ഈ ഫെബ്രുവരി 10-ന് ആയിരങ്ങളായി ഇവിടെ അണിചേരത്തക്ക തരത്തിലുള്ള സംഘാടന പ്രവർത്തനം ഉൾപ്പെടെയുള്ള അത് സമരപ്രവർത്തനം തന്നെയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDF-നും CPIM-നുമെതിരെ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങാനുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുത്തിരുന്നു. അത് അതേപടി കണ്ടിന്യൂ ചെയ്യണോ? തീർച്ചയായിട്ടും. ഈ സമരത്തെ ഇത്രത്തോളം, ഈ സമരത്തിൻ്റെ ഡിമാൻഡുകളോട് ഇത്രത്തോളം നിഷേധാത്മകമായ ഒരു സമീപനം കൈക്കൊണ്ട ഒരു സർക്കാരിന് വോട്ട് കൊടുക്കരുതെന്ന് ഞങ്ങൾ ആവശ്യപ്പെടും. ഒരേ സമയം നിങ്ങൾ തന്നെ ഇപ്പം ബിന്ദു ചേച്ചി ഇവിടെ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു, സർക്കാർ ഞങ്ങളുടെ ആവശ്യങ്ങളോട് അംഗീകരിച്ചു. അതിൽ 2 ആവശ്യമാണ് അംഗീകരിക്കാത്തത്. 21,000 രൂപ വേണം എന്നതും പിരിഞ്ഞു പോകുന്ന സമയത്ത് 5 ലക്ഷം രൂപ നൽകണം. ഈ 2 ആവശ്യമാണ് അംഗീകരിക്കാത്തതുള്ളതെന്നാണ് വാർത്താ സമ്മേളനത്തിൽ എനിക്ക് മനസ്സിലായത്. ബാക്കി ആവശ്യങ്ങളെല്ലാം സർക്കാർ അംഗീകരിച്ചിട്ടുമുണ്ട്. അപ്പോൾ അവർക്കെതിരെ ഒരു പ്രചരണത്തിന് ഇറങ്ങുക എന്ന് പറയുന്നതിലൊരു ഇരട്ടത്താപ്പുണ്ടോ? ഒരു ഇരട്ടത്താപ്പും ഇല്ല. അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡിമാൻഡാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതം നിലനിർത്താൻ വേണ്ടിയിട്ട് അവൻ അധ്വാനിക്കുന്നതിന് അവൻ്റെ വേതനം വെറുതെ അല്ലല്ലോ ചോദിക്കുന്നത്. അവൻ കൊടുക്കുന്ന അധ്വാനത്തിന് വേതനം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ഈ 1000 രൂപ എന്ന് പറഞ്ഞാൽ 33 രൂപ 33 പൈസയാണ്. 8.5 മാസം മുമ്പ് ഞങ്ങൾ സമരം ആരംഭിക്കുമ്പോൾ വെളിച്ചെണ്ണയ്ക്ക് 190 രൂപയുണ്ടായിരുന്നു. ഇപ്പം 450 രൂപയാണ് വെളിച്ചെണ്ണയ്ക്ക്. അപ്പോൾ ഈ പ്രഖ്യാപനം എന്ന് പറയുന്നത് എത്ര ചെറിയൊരു നിസ്സാരപ്പെട്ട ഒരു തുകയാണ്. തീർച്ചയായിട്ടും ഈ സമരത്തെ അപമാനിച്ചുകൊണ്ടാണ് അവർ ഈ പ്രഖ്യാപനം. അതല്ല, ഒരേ സമയം സമരം വിജയിച്ചു എന്ന് പറയുകയും ഒപ്പം തന്നെ സമരം ജില്ലാതലത്തിൽ തുടരും, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDF-നെതിരായി വരും എന്ന് പറയുന്നതിലൊരു പ്രശ്നമുണ്ടോ എന്നാണ്. ഒരു പ്രശ്നവുമില്ല. കാരണം
ഒരു 10 ദിവസം കൊണ്ടോ 15 ദിവസം കൊണ്ടോ തീർക്കാവായിരുന്ന ഒരു സമരത്തെ ഇത്രയും നാൾ വലിച്ചു നീട്ടി, ഞങ്ങൾ നേരത്തെ ഇവിടെ പറഞ്ഞ ഒരു പ്രാഥമിക സൗകര്യത്തിന് പോലും ഒരു ഇടവുമില്ലാത്ത ഒരു സ്ഥലത്ത് ഈ ആയിരക്കണക്കിന് സ്ത്രീകളെ 265 ദിവസം ഈ തെരുവിലിട്ട് ഇത്തരത്തിൽ ഈ സമരത്തെ കൈകാര്യം ചെയ്തവരെ ആ രാഷ്ട്രീയം പറയണ്ടേ? അത് പറയണം. അത് ആഗ്രഹിക്കുന്നുണ്ട് കേരള ജനത. അത് ഞങ്ങൾ പറയും. അതിനകത്ത് ഇതിനെ ഇങ്ങനെ പരസ്പരം കോൺട്രഡിക്ഷൻ വരത്തക്ക രീതിയിൽ ബന്ധിപ്പിക്കേണ്ട കാര്യമേ ഇല്ല. കാരണം ഇതൊരു ജനാധിപത്യ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ, ജനങ്ങളുടെ നികുതി പണം കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ. ആ സർക്കാർ ഒരു ജനാധിപത്യ സമരത്തോട് ഇത്തരത്തിലുള്ള ഒരു നിലപാടാണ് എടുക്കുന്നത്? ഒരിക്കലുമല്ല. ഇത് ആര് മാതൃകയാക്കണം? ഇത് യോഗി ആദിത്യനാഥിനെ ഇനി പറയാൻ പറ്റുമോ? ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധത കാണിച്ചാൽ അതിനെ ചോദ്യം ചെയ്യേണ്ടുന്നവരാണ് ഇടതുപക്ഷം. ഇതിൽ CI2 ഒക്കെ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന, പ്രത്യേകിച്ച് എളമരം കരീമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ആശമാരിൽ ന്യൂനപക്ഷമായ കുറച്ചാളുകളുടെ സമരമെന്നാണ്. ആ ന്യൂനപക്ഷം ആളുകളുടെ സമരം വിജയിച്ചു, അതുകൊണ്ട് ഭൂരിപക്ഷമെന്ന് അവർ അവകാശപ്പെടുന്ന ആളുകൾക്ക് കൂടി ഗുണം കിട്ടി എന്നതാണ് ഇതിനകത്ത് മറ്റൊരു കാര്യം. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ. നമ്മളൊരു തൊഴിലാളി സമരം നടത്തുമ്പോഴത്തേക്ക് സമരത്തിൽ നിൽക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടി മാത്രം നേട്ടങ്ങളല്ലല്ലോ, മൊത്തത്തിൽ ആ മേഖലയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നു, സമരത്തോടൊപ്പം വന്ന ആളുകൾ, അത് ന്യൂനപക്ഷമാണോ ഭൂരിപക്ഷമാണോ എന്ന് ഇവിടെ ഈ മാധ്യമങ്ങളിലൂടെ വന്നിട്ടുള്ളതും തെളിയിക്കപ്പെട്ടിട്ടുള്ള സത്യമാണ്. ആ സമരത്തോടൊപ്പം നിൽക്കുന്നവർക്കല്ല 26,125 ആശമാർക്കും നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ സമരം തുടങ്ങിയതിന് ശേഷം 53,500 രൂപയുടെ സാമ്പത്തിക നേട്ടമുണ്ട്. അത് 26,125 ആശമാർക്കും ലഭിക്കുന്നതാണ്. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ 265 ദിവസം എന്ന് പറയുന്നത് വലിയൊരു ദിവസമാണ്, ഒത്തിരി വലിയ ദിവസമാണ്. പലതരത്തിലുള്ള ഇവിടെ നമ്മൾ ഈ നിൽക്കുന്ന ഈ സമര പന്തൽ ടാർപോളിൻ കെട്ടാൻ പറ്റിയില്ല, മഴയത്ത് നിന്നു, നിങ്ങൾ ഉപജീവനാർത്ഥം തയ്യൽ മെഷീൻ കൊണ്ടുവന്നു, ആ തരത്തിൽ വലിയ പ്രതികരണം എടുത്തുകൊള്ളുക. അങ്ങനെ ആശാവർക്കർമാരുടെ സമരം നാളത്തോടുകൂടി സെക്രട്ടേറിയറ്റ് നടയിലെ സമരം അവസാനിക്കാൻ പോവുകയാണ്. അതിനുശേഷം ജില്ലാടിസ്ഥാനത്തിലും മറ്റിടങ്ങളിലുമായിട്ട് ആശാവർക്കർമാരുടെ സമരം തുടരും എന്നാണ് അവർ പറയുന്നത്. സമരം എന്നേക്കുമായി അവസാനിപ്പിക്കുകയല്ല, പക്ഷേ സെക്രട്ടറിയിലെ രാപ്പകൽ സമരം അവസാനിപ്പിക്കുന്നു. സർക്കാർ തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചതുകൊണ്ട്. എന്നാൽ 21,000 രൂപയായി മാസം ഓണററി വർദ്ധിപ്പിക്കുക എന്ന തങ്ങളുടെ ആവശ്യം അത് തുടരും എന്നാണ് ആശാവർക്കർമാർ പറയുന്നത്. മാത്രമല്ല, അതിലേറെ ശ്രദ്ധേയമായ കാര്യം അവരുടെ പൊളിറ്റിക്കൽ ഒപ്പീനിയനാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ LDF-നെതിരായി വോട്ട് ചെയ്യാൻ വേണ്ടി ക്യാമ്പയിൻ ഇറങ്ങും. LDF-ന് എതിരായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങും ആശാവർക്കർമാരുടെ സംഘടന എന്ന് പറയുന്നു. അതിൽ രാഷ്ട്രീയം വളരെ വ്യക്തവുമാണ്. നാളെ ഈ പ്രതിഷേധം പരിപാടി അവസാനിപ്പിക്കുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്.